സ്ഥിതിവിശേഷമാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ മുംബൈ ടീം ഒരു നല്ലൊരു സ്കോറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ റൺ റേറ്റ് ഇപ്പോൾ 7 റൺസിൽ കൂടുതലാണ്. ഈ പറഞ്ഞതുപോലെ അതുപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 140 റൺസ് കയറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ആ ഒരു റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷനിലാണ് ഇപ്പോൾ മുംബൈ ഹീറോസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 7ാമത്തെ ഓവർ എറിയാൻ വേണ്ടി പോവുകയാണ്. സ്കോർ 2 വിക്കറ്റ് നഷ്ടത്തിൽ 43 റൺസ്. ഉണ്ണി മുകുന്ദൻ അമ്മ കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി 7ാമത്തെ ഓവർ ബോൾ ചെയ്യാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. മുംബൈ ഹീറോസ് 43 റൺസിന് 2 വിക്കറ്റ് എന്നുള്ള നിലയിലാണ്. പവർ പ്ലേ 6 ഓവർ പിന്നിട്ടപ്പോൾ ആദ്യ പന്ത് ഒരു അനാവശ്യ ത്രോ എന്ന് തന്നെ പറയാം. ഓവർ ത്രോ. ആദ്യ പന്തിൽ ഉണ്ണി മുകുന്ദൻ്റെ ഒരു ഓവർ ത്രോയിലൂടെ വീണ്ടും 2 റൺസ്. 2 റൺ കൂടി മുംബൈ ഹീറോസ് നേടിയിരിക്കുകയാണ്. വരുൺ ബാ 13 റൺസോടുകൂടിയും ആഫ്താബ് 5 റൺസോടുകൂടിയും ബാറ്റ് ചെയ്യുന്നു. ഈ ഒരു പാർട്ണർഷിപ്പ് വളരെ നിർണായകമാണ്. കാരണം മുംബൈ ഹീറോസിൻ്റെ 2ാമത്തെ വിക്കറ്റ് ആദ്യ പന്തിൽ തന്നെ, രാജയുടെ വിക്കറ്റ് ആദ്യ പന്തിൽ തന്നെ ഉണ്ണി മുകുന്ദൻ നേടുകയുണ്ടായി. വളരെ മികച്ച രീതിയിൽ വരുൺ ബാ ഫൈൻ ലെഗിലോട്ട് ഫ്ലിക്ക് ചെയ്ത് വീണ്ടും ഒരു ബൗണ്ടറി. ആ ബൗണ്ടറിയോടുകൂടി മുംബൈ ഹീറോസിൻ്റെ സ്കോർ 49 റൺസ് 2 വിക്കറ്റ് നഷ്ടത്തിൽ. 6.2 ഓവർ പിന്നിട്ടപ്പോൾ മുംബൈ ഹീറോസിൻ്റെ ഈ ഒരു തുടക്കം, പ്രത്യേകിച്ച് വരുൺ ബാ എന്നുള്ള ആ സെറ്റിൽ ചെയ്ത ബാറ്റ്സ്മാൻ, അദ്ദേഹം 18 പന്ത് നേരിട്ടിട്ടാണ് 19 റൺസ് നേടിയിരിക്കുന്നത്. അതിൽ ഒരു 4ഉം ഒരു 6ഉം. സ്ട്രൈക്ക് റേറ്റ് 105-ലധികമുണ്ട്. അതുകൊണ്ട് ബാറ്റ്സ്മാൻമാർക്ക് ഒരു ബുദ്ധിമുട്ട് രീതിയിലാണ് കാണുന്നത്. ഒരു അനാവശ്യ വൈഡ്, വീണ്ടും ഒരു വൈഡ് ബോള്. വളരെ മികച്ച രീതിയിൽ വിക്കറ്റ് കീപ്പർ പന്ത് സ്റ്റോപ്പ് ചെയ്യും. മുംബൈ ഹീറോസിൻ്റെ സ്കോർ 50 റൺസ് 2 വിക്കറ്റ് നഷ്ടത്തിൽ 6.3 ഓവറിൽ. വരുൺ ബാ 19 റൺസോടുകൂടിയും ആഫ്താബ് 5 റൺസോടുകൂടിയും ബാറ്റ് ചെയ്യുന്നു. ഈ ഒരു റൺ റേറ്റ്, പ്രത്യേകിച്ച് 7.69 എന്നുള്ള റൺ റേറ്റിലാണ് ഇപ്പോൾ പോകുന്ന. നല്ലൊരു പന്തായിരുന്നു. എങ്കിലും ലോങ് ഓണിലൂടെ, പ്രത്യേകിച്ച് ലോങ് ഓൺ ഫീൽഡർ വന്ന് ഫീൽഡ് ചെയ്ത് ഒരു റണ്ണും കൂടി മുംബൈ ഹീറോസിന് നേടിയിട്ടുണ്ട്. ഇപ്പോൾ മുംബൈ ഹീറോസിൻ്റെ സ്കോർ 51, 2 വിക്കറ്റ് നഷ്ടത്തിൽ. ആഫ്താബ് 5 റൺസോടുകൂടിയും വരുൺ ബാ വളരെ മികച്ച രീതിയിൽ, വളരെ സാവകാശം തന്നെ പറയാം, അദ്ദേഹം ടീമിനെ മികച്ച ഒരു ടോട്ടലിലോട്ട് എത്തിക്കുക എന്നുള്ള ആ ഒരു ദൗത്യത്തോടു കൂടിയാണ് ബാറ്റ് ചെയ്യുന്നത്. 20 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള എല്ലാവരും ഈ മത്സരം കാണാനായിട്ട് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ, ആഫ്താബിൻ്റെ വീണ്ടും ആ പന്ത് ലോയായി. ഒരു റണ്ണെടുക്കാൻ ട്രൈ ചെയ്തെങ്കിലും നടന്നില്ല. ആഫ്താബ് 5 റൺസോടുകൂടി ബാറ്റ് ചെയ്യുന്നു. വരുൺ ബഡോള 20 റൺസോടുകൂടി ബാറ്റ് ചെയ്യുന്നു. വരുൺ ബഡോള ആദ്യ മത്സരത്തിൽ, പ്രത്യേകിച്ച് മുംബൈ തെലുങ്കു വാരിയേഴ്സായിട്ട് കളിച്ചപ്പോഴും അദ്ദേഹം 60 റൺസ് നേടി ഒരു മികച്ച ടോട്ടൽ മുംബൈ ഹീറോസിന് എത്തിക്കാൻ സാധിച്ച ഒരു പ്ലെയറാണ്. ഉണ്ണി മുകുന്ദൻ്റെ പന്ത് ഔട്ട്. 3ാമത്തെ വിക്കറ്റ്. ആഫ്താബിൻ്റെ വിക്കറ്റ് ഉണ്ണി മുകുന്ദൻ നേടിയിരിക്കുന്നു. മുംബൈ ഹീറോസിന്റെ 3ാം വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. 7 ഓവർ പിന്നിട്ടപ്പോൾ 51 റൺസിന് 3 വിക്കറ്റ്.